കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവ്, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട 3 വായനകളും ഒരു ത്രെഡിൽ, ഒരു നൂലിൽ കോർത്തുകാൽ വളരെ കൃത്യമായൊരു സന്ദേശം ഈ വായനകളിലെല്ലാം നമുക്ക് തരുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഘനദിന ജീവിതത്തിൽ ഏറ്റവും കഠിനമായ ചില വേദനകൾ സമ്മാനിക്കുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, തിരസ്കരിക്കപ്പെടുമ്പോൾ, മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലാണ്. ഒരുപക്ഷെ നമുക്ക് നമ്മുടേതായ പേഴ്സണൽ സ്ട്രഗിളും പ്രശ്നങ്ങളും ജോലിയില്ലാത്ത അവസ്ഥയും ശാരീരിക വേദനകളും ഒക്കെ നമ്മൾ ഒരു പരിധിവരെയൊക്കെ സഹിക്കും, അല്ലെങ്കിൽ അത് നമ്മളങ്ങോട്ട് സഹിച്ച് മുന്നോട്ട് പോകും. പക്ഷേ നമ്മൾ ഒത്തിരി സ്നേഹിച്ചവരിൽ നിന്നും, നമ്മൾ ചേർത്ത് പിടിച്ചവരിൽ നിന്നും, നമ്മളെ മനസ്സിലാക്കുമെന്നും നമ്മളെ തിരിച്ച് സ്നേഹിക്കുമെന്നും നാം വിചാരിച്ചിടങ്ങളിൽ നിന്നും തിരസ്കരണവും ഒറ്റപ്പെടുത്തലുകളും കുറ്റാരോപണങ്ങളും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ജീവിതത്തിൻ്റെ ഭാരമൊക്കെ ഉണ്ടാകുമ്പോൾ അത് കഠിനമായ അനുഭവമായി എന്ന് നമ്മളിൽ അവശേഷിക്കാറുണ്ട്. ഇന്നത്തെ ആദ്യ വായന നമ്മൾ കാണുകയാണ്, അങ്ങനൊരു സമാനമായ സംഭവം ഉണ്ടാകുകയാണ്. ആദിമ ക്രൈസ്തവ സമൂഹം ഓരോ ദിവസവും അനേകായിരങ്ങളാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമാകുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം വിളമ്പുന്ന കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, വിധവകളെ പരിഗണിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അത്ര കണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഹെബ്രായർക്കെതിരെ ഗ്രീക്കുകാർ പരാതി പറയാൻ തുടങ്ങി, ഞങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നു, ഭക്ഷണമേശയിൽ അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല കൃത്യമായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവർ അനുഭവിക്കുന്ന അവഗണനയെക്കുറിച്ച്, തിരസ്കരണത്തെക്കുറിച്ചൊക്കെ ഒരു പരാതി പറയാൻ തുടങ്ങി. ഇങ്ങനൊരു പരാതി ഉയർന്നു വന്നപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവരതിനെങ്ങനെ പരിഹരിച്ചു എന്നുകൂടി നമ്മൾ കാണുന്ന നല്ലതാണ്. നമുക്കും സഭയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. സഭയുടെ ചെറിയ പതിപ്പായ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ അനുദിന ജീവിതത്തിൽ നമ്മളും കടന്നു പോകുന്നവരാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലാത്ത ഏത് കുടുംബമുള്ളത്?
ഓരോ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പുറമെ കാണുന്നതല്ല അവിടേക്കുള്ളിൽ ആ കുടുംബത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ, ഞെരുക്കങ്ങൾ ഒക്കെ കടന്നു പോകുന്ന അനേകം കുടുംബാംഗങ്ങളുണ്ട്. നമ്മളെല്ലാം പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ആന്തരിക മനുഷ്യനും വൈകാരിക മനുഷ്യനും ഒക്കെ തകർക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മൾ കടന്നു പോകുന്നുണ്ട് പലരും. ഇവിടെ ഒരു സഭയിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവരതെങ്ങനെ പരിഹരിച്ചു എന്നുള്ളതാണ്. സഭയിലൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർ അടിയുണ്ടാക്കിയല്ല, തല്ലുണ്ടാക്കിയല്ല, സമരം ചെയ്തല്ല ഈ പ്രശ്നത്തെ പരിഹരിച്ചത്. പിന്നെയോ പ്രാർത്ഥനയിലും ദൈവത്തെ കേൾക്കാനും തയ്യാറായിട്ട് അവർ അപ്പസ്തോലന്മാർ ഒരുമിച്ച് കൂടി തമ്പുരാനോട് ആലോചന ചെയ്ത് എന്ത് ചെയ്ത് ജ്ഞാനവും പ്രാർത്ഥനയും വിവേകവും പരിശുദ്ധാത്മാവുമുള്ള ഒരു 7 പേരെ തെരഞ്ഞെടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും സഭയിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അത് ആദിമ ക്രൈസ്തവ സമൂഹം മുതൽ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഏത് കുടുംബമുള്ള സഭയിൽ പ്രശ്നങ്ങളിലുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ പരിഹരിക്കണമെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ദൈവകൃപയോട് ചേർന്ന് പരിഹരിക്കേണ്ടതിന് പകരം മാനുഷികമായും വൈകാരികമായും ആ ഒരു വിഷയത്തെ നേരിടാൻ ശ്രമിച്ചാൽ അത് അടിയിലും ബഹളത്തിലും ഒച്ചപ്പാടിലും പ്രശ്നത്തിലെ കടന്നു പോകുള്ളൂ. അതൊരിക്കലും പരിഹരിക്കപ്പെടുകയുമില്ല. അപ്പോൾ പരിഹാരമാർഗവും ഇന്നത്തെ ആദ്യകാലം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ വേളകളിൽ അവഗണിക്കപ്പെടുമ്പോൾ, മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ, നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ അതുപോലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനയിലാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത്. അല്ലാതെ ആ പ്രശ്നത്തെ ഒരു ഈഗോ വിഷയമായിട്ട് കണ്ട് പരസ്പര സഹോദരങ്ങൾ തമ്മിൽ തല്ലുകൂടി ഭാഗോടമ്പടിയുടെ സമയത്തും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിൽ അടിയും ബഹളമൊക്കെ ഉണ്ടാക്കി അതങ്ങനെ നിരന്തരമായി നിലനിൽക്കുന്ന ഒരു വൈകാരിക തകർച്ചയായി, അസ്വസ്ഥതയായി, മാനസിക പീഡയായി അതിനെ കൊണ്ടു നടക്കാതെ പ്രാർത്ഥനയിൽ ചേർന്നിരുന്ന് ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുമെന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരും. ദൈവകൃപയോട് സഹകരിക്കുമ്പോൾ, ദൈവത്തെ കേൾക്കാൻ തയ്യാറാകുമ്പോൾ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാര മാർഗം ദൈവം നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതാണ് ആദിമ ക്രൈസ്തവ സമൂഹം അങ്ങനെ ഒരു അവഗണനയുടെ, തിരസ്കരണത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥനയിൽ ഈ വിഷയത്തിലുള്ള പരിഹാര മാർഗം അന്വേഷിച്ചു. ഈ 2-ാമത്തെ വായനയിൽ പത്രോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. അത് ഈശോയെക്കുറിച്ചാണ് പറയുന്നത്. ലോകത്താൽ തിരസ്കൃതനായവൻ, മനുഷ്യരാൽ പീഡിപ്പിക്കപ്പെട്ടവൻ, ലോകത്താൽ വെറുക്കപ്പെട്ടവൻ. അങ്ങനെ നോക്കുമ്പോൾ ഈശോ ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഒരു വൈകാരിക മനുഷ്യൻ്റെ എല്ലാ അനുഭവങ്ങളിലൂടെ ഈശോ കടന്നുപോയി. പക്ഷെ കൂട്ടിച്ചേർക്കെ എന്നാൽ പിതാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടു, മൂലക്കല്ലായി മാറി എന്നാ വചനം പറയുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പത്രോസ്ലീഹ ഈ വചനഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്. നമ്മളും തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്, പുരോഹിത വർഗമാണ്, വിശുദ്ധ ജനമാണ്, കർത്താവിൻ്റെ സ്വന്തമാണ്. കണ്ടോ? അപ്പോൾ ലോകത്താൽ തിരസ്കരിക്കപ്പെടുമ്പോൾ, കൂടെയുള്ളവരാൽ മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ, തിരസ്കരണത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും മനസ്സിലാക്കപ്പെടാതെ പോകുന്നതിൻ്റെ, സ്നേഹിക്കപ്പെടാതിൻ്റെയും മുറിവുകൾ അനുദിന ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ, സ്വീകരിക്കേണ്ടി വരുമ്പോൾ അതിനും മീതെ നിൽക്കുന്ന ഒരു ആത്മീയ ജ്ഞാനം നമ്മൾ പുലർത്തേണ്ടതുണ്ട്. എന്ത്? ലോകം തിരസ്കരിക്കുമ്പോഴും ഞാൻ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. ലോകം മനസ്സിലാക്കാതിരിക്കുമ്പോഴും ദൈവം മനസ്സിലാക്കിയ ഒരു പുരോഹിത വർഗത്തിൻ്റെ വംശത്തിൻ്റെ ഭാഗമാണ് ഞാൻ. ലോകത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിലും ഞാൻ വരുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാകാൻ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനെ, കർത്താവിൻ്റെ സ്വന്തം ജനമാണ്. അപ്പം ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അപ്പം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ എന്നുള്ള ബോധ്യമാണ് മനുഷ്യരാൽ തിരസ്കൃതരാകുമ്പോഴും മുന്നോട്ട് പോകാനുള്ള ഊർജം നമുക്ക് തരുന്നത്. നിശ്ചയമായിട്ട് നമ്മുടെയൊക്കെ ഈ ലോക ജീവിതത്തിൽ നിരന്തരമായി അവഗണനയും തിരസ്കരണങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതിനകത്തൊരു സംശയമില്ല. കാരണം ലോകത്തിൻ്റെ സ്വഭാവം അതാണ്. യേശു പോലും ലോകത്താൽ തിരസ്കൃതനായവനാണ്, മുറിവേൽപ്പിക്കപ്പെട്ടവനാണ്, അടിയേറ്റവനാണ്, മനസ്സിലാക്കപ്പെടാതെ പോയതാണ്. ഇതിനൊക്കെ നടുവിലും പിതാവിനാൽ ലോകത്തിൻ്റെ രക്ഷയുടെ മൂലക്കല്ലായി പിതാവായ ദൈവം അവനെ ഉയർത്തി എന്നാണ് 2-ാമത്തെ വായന നമ്മൾ കാണുക. ഈ അനുഭവങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും ശക്തമായ ആത്മീയ രഹസ്യമാണ് ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ലോകം എന്നെ വെറുത്തോട്ടെ, മാറ്റി നിർത്തിക്കോട്ടെ, കളിയാക്കിക്കോട്ടെ,
വിലയില്ലാത്തവനും വിലയില്ലാത്തവൾ എന്ന് പറഞ്ഞ് മുദ്ര കുത്തിക്കോട്ടെ, പക്ഷേ കർത്താവിനാൽ ഞാൻ അവൻ്റെ സ്നേഹത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, വിലയുള്ളവനാണ്. അതാണ് 1 പത്രോസ് 1:18 പറയുന്നത്. നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, നാം വീണ്ടെടുക്കപ്പെട്ടത് നശിച്ചു പോകുന്ന വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, മറിച്ച് ഒരിക്കലും നശിക്കാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള യേശുക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അപ്പോൾ പിതാവായ ദൈവം പുത്രൻ്റെ രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്ത് അവൻ്റെ സ്നേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാക്കി നമ്മളെ മാറ്റി എന്നുള്ള ആത്മീയ ജ്ഞാനമാണ് ഒരു ആത്മീയ മനുഷ്യൻ വൈകാരികതയിൽ തളരാതെ ഈ അനുഭവങ്ങളിൽ മുന്നോട്ട് പോകാൻ കരുത്ത് തരുന്നത്. ഈ ജ്ഞാനമില്ലെങ്കിലോ പിന്നെ പരാതിയായി പരിഭവമായി, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായി, എന്നെ എന്തിനു കൊള്ളാം, ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം എന്നൊക്കെയുള്ള വെറും മാനുഷികവും വൈകാരികവും പൈശാചികവുമായ സംസാര രീതികളിലേക്കും ജീവിതശൈലിയിലേക്കും നമ്മൾ വഴുതി മാറാൻ സാധ്യതയുണ്ട്. അപ്പം അതിലും മീതെ നിൽക്കുന്ന ദൈവിക ജ്ഞാനം നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ടതുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ തൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചും തൻ്റെ മുന്നോട്ടുള്ള പീഡകളെക്കുറിച്ചും സഹനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അപ്പസ്തോലന്മാർക്കൊന്നും മനസ്സിലായില്ല. തോമസ് പറഞ്ഞ്, ഞങ്ങൾക്ക് വഴി അറിഞ്ഞൂടാ, നീ അങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഈശോ പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഒരു നിത്യസത്യത്തെ പറഞ്ഞു കൊടുക്കുക, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, പിതാവിനെ ഞങ്ങൾ കാണിച്ചതാ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പിതാവ് എവിടെയെന്ന്. ഈശോ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. കാണപ്പെടാത്ത ദൈവത്തിൻ്റെ കാണപ്പെടുന്ന പ്രതിരൂപമാണ് ക്രിസ്തു. ഈശോ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതുകൊണ്ടാണ് ഈശോ ഫിലിപ്പോസോട് ചോദിച്ചത്, എടാ നീ ഇത്രയും നാൾ എൻ്റെ കൂടെ നടന്നിട്ട് എന്നെ മനസ്സിലായില്ലേ? 10, 15, 20 വർഷക്കാലം ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് ഇന്നും ജീവിത പങ്കാളിയെ മനസ്സിലായിട്ടില്ല. വർഷങ്ങൾ മക്കൾ കൂടെ ഉണ്ടായിട്ടും മക്കളുടെ ചില സ്വഭാവം മനസ്സിലാകുന്നില്ലെന്നാണ് പറയുന്നത്. ജീവിത പങ്കാളിയെ എനിക്ക് മനസ്സിലാകുന്നില്ല അച്ഛാന്നാ പറയുന്നത്. ഈശോ ചോദിച്ചു, എടാ 3 വർഷക്കാലം ഈ നാളുകൾ അത്രയും എൻ്റെ കൂടെ നടന്നിട്ട് എന്നെ മനസ്സിലാക്കുന്നു, നിങ്ങളിത് പറയുന്നത് മനസ്സിലാകുന്നില്ലെന്നാണ് ഈശോ ചോദിക്കുന്നത്. ഈശോ തൻ്റെ വരും ദിവസങ്ങളിലുള്ള രക്ഷാകര പദ്ധതിയെക്കുറിച്ച് ഈ അപ്പസ്തോലന്മാർ കൂടെ നടന്ന അപ്പസ്തോലന്മാർക്ക് വിവരിച്ചു കൊടുത്തിട്ട് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ മനസ്സിലാക്കപ്പെടാതെ പോകുന്നതിൻ്റെ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് സുവിശേഷത്തിൽ ഈശോ സംസാരിക്കുന്നത്. അവിടെയാണ് ഈശോ പറയുന്നത്, ഞാൻ പോകും, പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കും, ഞാൻ തിരിച്ചു വരും, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് പറയുന്നത്. ആത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഞാൻ പറഞ്ഞതും പ്രവർത്തിച്ചതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ഓർമ്മപ്പെടുത്തി തരും. കണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ സ്വരവും ദൈവത്തിൻ്റെ വചനവും നമുക്ക് മനസ്സിലാകാതെ വരുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക, ആത്മാവിന് വിധേയപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വരും. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അച്ഛാ, എൻ്റെ കുടുംബത്തിൽ മാത്രം എന്തെങ്കിലും സംഭവിക്കുന്നത്, എൻ്റെ വീട്ടിൽ മാത്രം, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല. എപ്പോഴും പ്രശ്നമാണ്, എപ്പോഴും പ്രതിസന്ധി, എപ്പോഴും തടസ്സമാണ്, എപ്പോഴും തകർച്ചകളാണ്, എപ്പോഴും സഹനം എന്നൊക്കെ പറയുന്നുണ്ട്. മനസ്സിലാക്കപ്പെടാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളെ പ്രതിയാണ്. പരിശുദ്ധാത്മാവിൽ വിധേയപ്പെടാൻ നമ്മൾ തയ്യാറാകുന്നിടത്താണ് സത്യത്തിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധാത്മാവ് നമ്മെ കൈപിടിച്ച് നടത്തും. എന്ന് പറഞ്ഞാൽ ഇതെന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു, ഈ വിഷയങ്ങളിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ഒരുപക്ഷെ എന്തിന് സഹിക്കണം എന്ന ചോദ്യത്തിന് പകരമായി എങ്ങനെ സഹിക്കണമെന്ന് പരിശുദ്ധാത്മാവ് കുരിശിലേക്ക് നോക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. ഈ കൃപയ്ക്കായി ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വൈകാരിക മനുഷ്യൻ വല്ലാതെ തകർന്നും തളർന്നും ഒറ്റപ്പെട്ടും മനസ്സിലാക്കപ്പെടാതെയൊക്കെ കടന്നു പോകുന്ന അനുഭവങ്ങളിൽ കർത്താവിൽ ആശ്രയിച്ച് ഈശോയുടെ സ്നേഹത്തിൽ ജീവിതത്തെ സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.